ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഗ്രൂപ്പ് ഡിക്ക് പഠിക്കുകയാണല്ലോ എല്ലാവരും. അപ്പൊ നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്നൊക്കെ വിചാരിക്കുന്നു. നമുക്ക് കുറച്ച് മിഡീവിയൽ ഇന്ത്യ എന്ന് പഠിക്കാം. ഓൾറെഡി ഞാനൊരു ലൈവ് സെക്ഷനിൽ മിഡീവിയൽ ഇന്ത്യന്റെ കുറച്ച് സ്റ്റാർട്ടിംഗ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോ സ്റ്റാർട്ടിങ്ങിൽ മുഹമ്മദ് ഓഫ് ഗോറിയും പൃഥ്വിരാജ് ചൗഹാനും തമ്മിലുള്ള യുദ്ധവും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഇന്ന് ഡൽഹി സുൽത്താനേറ്റിന്റെ ആ ഒരു ഡൈനാസ്റ്റീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുവാണ് കേട്ടോ. എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ എങ്ങനെയാ പഠിക്കേണ്ടത്? മിഡീവിയൽ എന്നും മോഡേൺ എന്നും ഏൻഷ്യന്റ് എന്നും മൂന്നായിട്ട് തിരിച്ചു തന്നെ എന്ത് പഠിക്കുക? ഹിസ്റ്ററി പഠിക്കുക. എങ്ങനെയാ പഠിക്കുന്നത്? മോഡേൺ, മിഡീവിയൽ, ഏൻഷ്യന്റ്. മോഡേൺ, മിഡീവിയൽ, ഏൻഷ്യന്റ് മൂന്നായിട്ട് തിരിച്ച് പഠിക്കാം. അതിനകത്ത് 1857 വിപ്ലവം തൊട്ട് അങ്ങോട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമൊക്കെ മോഡേണിൽ പഠിക്കുക. ഈ മിഡീവിയലിൽ ഒരുപാടൊന്നും പഠിക്കേണ്ട. നിങ്ങൾ ഡൽഹി സുൽത്താനേറ്റും മുഗൾസും ആദ്യം കംപ്ലീറ്റ് ചെയ്യുക. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത് ഞാൻ പറയാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഡൽഹി സുൽത്താനേറ്റും അതുപോലെ മുഗൾസ്. ലേറ്റർ മുഗൾസ് അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഗ്രേറ്റർ മുഗൾസ് അത് ഇത്രയെങ്കിലും ആദ്യം കംപ്ലീറ്റ് ചെയ്യാം. ബേസിക് ആയിട്ട് ഒന്നും അറിയാത്തവർ ആദ്യം എന്താ പഠിക്കേണ്ടത്? ഡൽഹി സുൽത്താനേറ്റും അതുപോലെ തന്നെ മുഗൾസും പഠിക്കുക. അടുത്ത ഏൻഷ്യന്റ് ആണ്. ഏൻഷ്യന്റിനകത്ത് കുറച്ച് പാർട്ട് ഓഫ് ആണ്. എന്തായാലും ഇൻഡസ് വാലി സിവിലൈസേഷൻ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം നോക്കിയിട്ട് പോവാ കേട്ടോ. ഒരുപാട് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവര്. അല്ലാത്തവര് കുറച്ച് വാസ്റ്റ് ആയിട്ട് തന്നെ പഠിച്ചോ, കുഴപ്പമില്ല. ഈ ഹിസ്റ്ററി ഒട്ടും പറ്റുന്നില്ല എന്നൊക്കെ ഉള്ളവര് ഈ പറയുന്ന ഈ പോർഷൻസ് ഒക്കെ പിക്ക് ചെയ്ത കുറച്ച് ഇമ്പോർട്ടന്റ് പോർഷൻസ് എങ്കിലും പഠിച്ചിട്ട് പോവാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കുന്നത് മിഡീവിയൽ ഹിസ്റ്ററിയിലെ ഡൽഹി സുൽത്താൻസിനെ പറ്റിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോയാലോ? ഡൽഹി സുൽത്താനേറ്റ്. ഓക്കെ, അപ്പൊ ഡൽഹി സുൽത്താനേറ്റിന്റെ കാര്യം പറയുമ്പോൾ ഓൾറെഡി നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തറൈൻ യുദ്ധങ്ങൾ വഴി 1191, 1192 ഈ സമയത്ത് ഇന്ത്യയിൽ തറൈൻ എന്ന് പറയുക, ഇപ്പോഴത്തെ ഹരിയാനയിലെ തറൈൻ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് 2 യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. ഓക്കെ, ആരൊക്കെ തമ്മിലാണ്? പൃഥ്വിരാജ് ചൗഹാനും. ആരൊക്കെയാ? പൃഥ്വിരാജ് ചൗഹാനും അതിന്റെ കൂടെ മുഹമ്മദ് ഓഫ് ഗോറിയും. ആ യുദ്ധത്തില് ഒന്നാമത്തെ തറൈൻ യുദ്ധത്തിൽ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് പറയുന്നത്. പൃഥ്വിരാജ് ചൗഹാൻ 1191 യുദ്ധത്തിൽ വിജയിക്കും. ഗോറിനെ വെറുതെ വിടും. ഗോറി 1192 ചതിയിലൂടെ വിജയിക്കും. പൃഥ്വിരാജ് ചൗഹാനെ തടവിലാക്കും. അങ്ങനെ ഗോറി ഇവിടെ വന്നിട്ട് പയ്യെ പൃഥ്വിരാജ് ചൗഹാന്റെ സ്ഥലങ്ങളിലൊക്കെ ഭരണം ആരംഭിക്കുകയാണ്. ഓക്കെ, അങ്ങനെ മുഹമ്മദ് ഓഫ് ഗോറി അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഭരിക്കുന്ന റീജിയനിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്ന് ഇവിടെ ഭരിക്കാനായിട്ട് നിൽക്കാൻ അദ്ദേഹത്തിന് സമയം കിട്ടില്ല. അദ്ദേഹം എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിന്റെ വിശ്വസ്തരെ ഇന്ത്യ ഏൽപ്പിച്ചിട്ട് തിരിച്ച് അദ്ദേഹത്തിന്റെ റീജിയണിലേക്ക് തിരികെ പോകും. ഓക്കെ, അപ്പൊ നോർത്ത് ഇന്ത്യ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞിട്ട് ഗോറി ഇന്ത്യ വിട്ടു പോകുന്നുണ്ട്. അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു ജനറൽ ആണ് കുത്ബുദ്ദീൻ ഐബക്ക്. ഓക്കെ, കുത്ബുദ്ദീൻ ഐബക്കിനെയാണ് ഇന്ത്യയെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് പറയുന്നത്. ഇന്ത്യയുടെ സ്ഥലങ്ങളിലൊക്കെ ഭരണം നടത്തുന്ന അദ്ദേഹത്തിന്റെ ഒരു ജനറൽ, അദ്ദേഹത്തിന്റെ ഒരു സ്ലേവ് ആയിട്ടുള്ള കുത്ബുദ്ദീൻ ഐബക്കാണ്. 1206 മുഹമ്മദ് ഓഫ് ഗോറി മരണപ്പെടുകയാണ്. 1206 മുഹമ്മദ് ഓഫ് ഗോറി മരണപ്പെടുകയാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ സ്ലേവ് ആയിട്ടുള്ള, അദ്ദേഹത്തിന്റെ ജനറൽ ആയിട്ടുള്ള കുത്ബുദ്ദീൻ ഐബക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഡൈനാസ്റ്റിയാണ് ഏതെന്ന് പറയുന്നത്? ഈ പറയുന്ന സ്ലേവ് ഡൈനാസ്റ്റി. ടോട്ടലി നമുക്ക് ഡൽഹി സുൽത്താനേറ്റിൽ 5 ഡൈനാസ്റ്റികളാണ് ഉള്ളത്. അതിൽ ആദ്യത്തെ ഡൈനാസ്റ്റിയാണ് സ്ലേവ് ഡൈനാസ്റ്റി അല്ലെങ്കിൽ അടിമ വംശം. എന്താടാ? അടിമ വംശം. ഓക്കെ, ഈ അടിമ വംശം 1206 തൊട്ട് 1290 വരെ ഇന്ത്യ ഭരിക്കുന്ന വംശമാണ് അടിമ വംശം. അടിമ വംശത്തിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സുൽത്താൻസിനെ പറ്റി പഠിക്കണം. ഓക്കെ, അപ്പൊ 5 സക്സസീവ് ഡൈനാസ്റ്റികൾ ചേർന്നിട്ടാണ് ഏതെന്ന് പറയുന്നത്? സുൽത്താനേറ്റ് എന്ന് പറയുന്നത്. ഡൽഹി സുൽത്താനേറ്റ് അല്ലെങ്കിൽ സുൽത്താൻ പീരീഡ് എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഡൈനാസ്റ്റികൾ ഏതൊക്കെയാണ് ഈ വംശങ്ങൾ എന്ന് നമുക്ക് പഠിക്കാം. ഇത് ഉറപ്പായിട്ട് നിങ്ങൾ ഈ വർഷങ്ങളടക്കം ഈ ഡൈനാസ്റ്റീസിന്റെ പേര് പഠിച്ചു വെക്കണം. കാണാതെ പഠിച്ചേ, പെട്ടെന്ന് ഇപ്പൊ എന്റെ കൂടെ പഠിച്ചേ. ദ സ്ലേവ് ഡൈനാസ്റ്റി 1206 തൊട്ട് 1290 AD വരെയാണ് സ്ലേവ് ഡൈനാസ്റ്റി. 1290 തൊട്ട് 1320 വരെയാണ് ഖിൽജി ഡൈനാസ്റ്റി. 1320 തൊട്ട് 1414 വരെയാണ് തുഗ്ലക് ഡൈനാസ്റ്റി. 1414 തൊട്ട് 1451 വരെയാണ് സെയ്ദ് ഡൈനാസ്റ്റി. 1451 മുതൽ 1526 AD വരെയാണ് ലോധി ഡൈനാസ്റ്റി. ഓക്കെ, ലോധി ഡൈനാസ്റ്റി ആണ് അവസാനത്തെ ഡൽഹി സുൽത്താനേറ്റ്. ലാസ്റ്റ് ഇബ്രാഹിം ലോധിയാണ് അവസാനത്തെ സുൽത്താനായിട്ട് വരുന്നത് ലോധി ഡൈനാസ്റ്റിയിലെ. ഓക്കെ, അതിനുശേഷമാണ് ഇവിടെ മുഗൾ ഭരണം. ഇബ്രാഹിം ലോധിയും അതുപോലെ തന്നെ ബാബറുമായിട്ടുള്ള പാനിപ്പത്ത് യുദ്ധത്തിന് ശേഷം 1526 പാനിപ്പത്ത് യുദ്ധത്തിന് ശേഷമാണ് ഇവിടെ മുഗൾസ് ഭരണം ആരംഭിക്കുന്നത്. അപ്പൊ അതുവരെയുള്ള ഡൈനാസ്റ്റീസ് ഏതൊക്കെയാ? സ്ലേവ് ഡൈനാസ്റ്റി, ഖിൽജി ഡൈനാസ്റ്റി, തുഗ്ലക് ഡൈനാസ്റ്റി, സെയ്ദ് ഡൈനാസ്റ്റി, ലോധി ഡൈനാസ്റ്റി. ഒന്നുകൂടെ പറഞ്ഞേ: സ്ലേവ്, ഖിൽജി, തുഗ്ലക്, സെയ്ദ്, ലോധി. ഓക്കെ, അപ്പൊ അതിനകത്ത് ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച സുൽത്താനേറ്റ് ഏതാണ്? ഏത് ഡൈനാസ്റ്റി ആണെന്ന് ചോദിച്ചാൽ തുഗ്ലക് ഡൈനാസ്റ്റി ആണ് കേട്ടോ.
തുഗ്ലക് ഡൈനാസ്റ്റിയാണ് ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യ ഭരിച്ച സുൽത്താൻമാർ. തുഗ്ലക് ഡൈനാസ്റ്റിയിലെ സുൽത്താൻമാരാണ് ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യ ഭരിച്ചത്. ഏറ്റവും കുറവ് കാലം ഭരിച്ചത് ഖിൽജി ഡൈനാസ്റ്റിയിലെ രാജാക്കന്മാരാണ്. ഖിൽജി ഡൈനാസ്റ്റിയാണ് ഏറ്റവും കുറവ് കാലം ഭരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ സമയം എടുത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പൊ അത്രയും ഒന്ന് ഓർത്തു വെച്ചേക്കാമോ? സ്ലേവ് ഡൈനാസ്റ്റി, ഖിൽജി, തുഗ്ലക്, സെയ്ദ്, ലോധി. അതിന്റെ വർഷങ്ങളും കൂടി നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇതിന് 2 ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു. ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചത് തുഗ്ലക് ഡൈനാസ്റ്റിയും കുറച്ചു കാലം ഭരിച്ചത് ഖിൽജി ഡൈനാസ്റ്റിയും. 2 ക്വസ്റ്റ്യനും ഓർത്തു വെക്കണേ. അപ്പൊ അതിൽ നമ്മൾ ഫസ്റ്റ് സ്ലേവ് ഡൈനാസ്റ്റിയുടെ സ്ഥാപകനായിട്ടുള്ള ഖുത്ബുദ്ദീൻ ഐബക്കിനെ പറ്റിയാണ് പഠിക്കുന്നത്. ഖുത്ബുദ്ദീൻ ഐബക്കിനെ പറ്റിയാണ് നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത്. ഖുത്ബുദ്ദീൻ ഐബക് വാസ് ദ ഫസ്റ്റ് സുൽത്താൻ ഓഫ് ഡൽഹി. ഓക്കെ, ഫസ്റ്റ് സുൽത്താൻ ഓഫ് ഡൽഹി ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ഖുത്ബുദ്ദീൻ ഐബക്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് സുൽത്താൻ ഓഫ് ഡൽഹി, അല്ലെങ്കിൽ ഹു ഇസ് ദ ഫൗണ്ടർ ഓഫ് ഡൽഹി സുൽത്താനേറ്റ്, ഹു ഇസ് ദ ഫൗണ്ടർ ഓഫ് സ്ലേവ് ഡൈനാസ്റ്റി. ഈ ക്വസ്റ്റ്യൻ എല്ലാ ഉത്തരം ആരാണ്? ഖുത്ബുദ്ദീൻ ഐബക് ആണ്. അപ്പൊ ഫസ്റ്റ് സുൽത്താൻ ഓഫ് ഡൽഹി ആരാണ്? ഖുത്ബുദ്ദീൻ ഐബക് ആണ്. അദ്ദേഹം ആരാണ്? ഹി വാസ് സ്ലേവ് ഓഫ് ഗോറി. അദ്ദേഹം ഈ പറയുന്ന മുഹമ്മദ് ഓഫ് ഗോറിയുടെ അടിമയായിരുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ വംശത്തിനെ അടിമ വംശം എന്ന് വിളിക്കുന്നു. മുഹമ്മദ് ഓഫ് ഗോറിയുടെ അടിമയായിരുന്നു ആര്? ഖുത്ബുദ്ദീൻ ഐബക്. അതുകൊണ്ട് തന്നെ അടിമ വംശം എന്നാണ് ഈ വംശത്തെ അറിയപ്പെടുന്നത്. 84 വർഷത്തോളമാണ് ഈ പറയുന്ന അടിമ വംശം ഇന്ത്യയെ ഭരിച്ചത്. ഇവരെ വിളിക്കുന്ന മറ്റൊരു പേരാണ് മാംലൂക്ക് ഡൈനാസ്റ്റി. മാംലൂക്ക് ഡൈനാസ്റ്റി. ഓക്കെ, മാംലൂക്ക് ഡൈനാസ്റ്റി എന്ന് വിളിക്കുന്നത് ഇവരെയാണ്. ഓക്കെ, അതുകൂടി ഓർത്തു വെച്ചേക്കാമോ? ഇൽബാരി, 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 ഇൽബാരി വംശം, യാമിനി വംശം എന്നൊക്കെ വിളിക്കുന്നത് ആരെയാണ്? അടിമ വംശത്തെയാണ്. ഓക്കെ, ഇൽബാരി വംശം, യാമിനി വംശം, മാംലൂക്ക് വംശം, അടിമ വംശം എന്നെല്ലാം അറിയപ്പെടുന്നത് ഇതേ സ്ലേവ് ഡൈനാസ്റ്റി ആണ് കേട്ടോ. മാംലൂക്ക്, ഇൽബാരി, യാമിനി എന്നൊക്കെ അറിയപ്പെടുന്നത് ഏത് വംശമാണ്? അടിമ വംശമാണ്. അടിമ വംശത്തിന്റെ സ്ഥാപകനാണ് ഖുത്ബുദ്ദീൻ ഐബക്. 1206 ഖുത്ബുദ്ദീൻ ഐബക് അടിമ വംശം സ്ഥാപിക്കുന്നത്. 84 വർഷത്തോളമാണ് ഈ അടിമ വംശം ഇന്ത്യ ഭരിക്കുന്നത്. അടിമ വംശം എന്ന പേര് വരാനായിട്ട് കാരണം ഇദ്ദേഹത്തിന്റെ മുഹമ്മദ് ഓഫ് ഗോറിയുടെ സ്ലേവ് ആയിട്ടുള്ള ഖുത്ബുദ്ദീൻ ഐബക് ഈ വംശം സ്ഥാപിച്ചതുകൊണ്ടാണ്. ഓക്കെ, ഇദ്ദേഹം വളരെ ബുദ്ധിമാനായിട്ടുള്ള, അത് വളരെ ഏബിൾ ആയിട്ടുള്ള, കഴിവുള്ള ഒരു ഭരണാധികാരിയായിരുന്നു ഖുത്ബുദ്ദീൻ ഐബക് എന്ന് പറയുന്നത്. അദ്ദേഹം മറ്റുള്ളവരെ എല്ലാം ഭയങ്കര കൈൻഡ്നെസ്സോട് കൂടി, ഭയങ്കരമായിട്ട് സ്നേഹത്തോടു കൂടിയാണ് എല്ലാവരെയും ഭയങ്കര ഈക്വൽ ആയിട്ടാണ് ട്രീറ്റ് ചെയ്തത്. അതുപോലെ അദ്ദേഹം എല്ലാവർക്കും ആവശ്യത്തിന് പണം കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലെ, ലക്ഷങ്ങൾ കൊടുക്കുന്നവൻ എന്നർത്ഥമുള്ള ലാഖ്ബേഷ്, ലാഖ്ബേഷ് എന്നറിയപ്പെടുന്ന ലാഖ്ബേഷ് എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആരാണ്? ലാഖ്ബേഷ്, ലക്ഷങ്ങൾ, ദി ഗീവർ ഓഫ് ലാക്സ്, അല്ലെങ്കിൽ ലക്ഷങ്ങൾ കൊടുക്കുന്നവൻ എന്നർത്ഥമുള്ള ലാഖ്ബേഷ് എന്ന പേര് ലഭിച്ചിട്ടുള്ള സുൽത്താനേറ്റ് വംശത്തിലെ ഭരണാധികാരിയാണ് ആരെന്ന് പറയുന്നത്? ഖുത്ബുദ്ദീൻ ഐബക് എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ഭരണാധികാരി കൂടിയാണ് ഖുത്ബുദ്ദീൻ ഐബക് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ഭരണാധികാരി ഭരിക്കുന്നു. കുറെ പേര് ഇവിടെ വരുന്നു, ലൂട്ടൈസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താണ് കട്ടുകൊണ്ട് പോകുന്നു, ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്നെങ്കിലും ഇവിടെ ഭരണം തുടങ്ങുന്ന ആദ്യത്തെ മുസ്ലിം ഭരണാധികാരി ആരാണ്? ഖുത്ബുദ്ദീൻ ഐബക് ആണ് കേട്ടോ. അപ്പൊ ഗിവർ ഓഫ് ലാക്സ്, അല്ലെങ്കിൽ ലക്ഷങ്ങൾ ദാനം നൽകുന്ന ലാഖ്ബേഷ് എന്ന പേര് സ്വീകരിച്ചിട്ടുള്ള, അല്ലെങ്കിൽ പേര് കിട്ടിയ ഭരണാധികാരിയാണ് ആരെന്ന് പറയുന്നത്? ഖുത്ബുദ്ദീൻ ഐബക്. ഓക്കെ, ഐബക് എന്ന് പറഞ്ഞ തുർക്കിഷ് വേർഡാണ് കേട്ടോ. ഐബക് എന്ന് പറയുന്നത് തുർക്കിഷ് വേർഡാണ്. ഈ തുർക്കിഷ് വേർഡിന്റെ അർത്ഥം വിശ്വാസത്തിന്റെ കേന്ദ്രം എന്നാണ്. വിശ്വാസത്തിന്റെ കേന്ദ്രം നോട്ട് ചെയ്ത് വെച്ചോ, മലയാളം ആവശ്യമുള്ള ഒരു വിശ്വാസത്തിന്റെ കേന്ദ്രം എന്നാണ് ഐബക് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. ഓക്കെ, അങ്ങനെ ഇദ്ദേഹം ഡൽഹി ആസ്ഥാനമാക്കിയല്ല ഭരിക്കുന്നത്. ഇദ്ദേഹം ഏത് സ്ഥലം ഇദ്ദേഹത്തിന്റെ തലസ്ഥാനം, ഖുത്ബുദ്ദീൻ ഐബക്കിന്റെ സമയത്തെ തലസ്ഥാനം എന്ന് പറയുന്നത് ലാഹോർ ആണ് കേട്ടോ. ക്യാപിറ്റൽ എങ്ങോട്ട് മാറ്റുന്നു? ലാഹോറിലേക്ക് മാറ്റുന്നു. അപ്പൊ നിങ്ങളുടെ അടുത്ത് ചോദിക്കും, ഖുത്ബുദ്ദീൻ ഐബക്കിന്റെ സമയത്തെ നമ്മുടെ ക്യാപിറ്റൽ ഏതായിരുന്നു? അല്ലെങ്കിൽ ഡൽഹി സുൽത്താനേറ്റിലെ സ്ലേവ് ഡൈനാസ്റ്റിയിലെ ഖുത്ബുദ്ദീൻ ഐബക്കിന്റെ ക്യാപിറ്റൽ ലാഹോർ ആയിരുന്നു കേട്ടോ. ലാഹോർ ആയിരുന്നു എന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കാം. ഓക്കെ, അദ്ദേഹം ഇവിടെ ഒരുപാട് നിർമ്മിതികൾ സ്റ്റാർട്ട് ചെയ്യുകയും അല്ലെങ്കിൽ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം നിർമ്മിക്കുന്ന നിർമ്മിതികളിൽ ഒന്നാണ്, ഒരു മോസ്ക് ആണ്, അദായി ദിൻക ജോൺപ്ര എന്ന് പറഞ്ഞിട്ടുള്ള മോസ്ക്. അദായി ദിൻക ജോൺപ്ര ആര് നിർമ്മിച്ചാണെന്ന് ചോദിക്കും കേട്ടോ. അദായി ദിൻക ജോൺപ്ര. അതുപോലെ കുവത്തുൽ ഇസ്ലാം പള്ളി, കുവത്ത് ഉൾ ഇസ്ലാം പള്ളി, ഇതൊക്കെ ആരാണ്? നമ്മുടെ
കുത്ബുദ്ദീൻ ഐബക്കാണ്. അദായിദിൻ ക ചോപ്ര, കുവത്തുൽ ഇസ്ലാം പള്ളി, ഇതൊക്കെ ആരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഇസ്ലാമിക രീതിയിലുള്ള പള്ളിയാണ് കുവത്തുൽ ഇസ്ലാം പള്ളി. അപ്പൊ ഇത് നിർമ്മിക്കുന്നത് കുത്ബുദ്ദീൻ ഐബക്കാണ് കേട്ടോ, അത് ഓർത്ത് വെച്ചേക്കുക. അദായിദിൻ ക ജോൺപ്ര നിർമ്മിക്കുന്ന ആരാണ്? കുത്ബുദ്ദീൻ ഐബക്കാണ്. കുത്തബ് മിനാറിന്റെ പണി സ്റ്റാർട്ട് ചെയ്യുന്നത് കുത്ബുദ്ദീൻ ഐബക്ക്. നിങ്ങൾ ചോദിക്കും കൺസ്ട്രക്ഷൻ ഓഫ് കുത്തബ് മിനാർ വാസ് സ്റ്റാർട്ടർ ഡ്യൂറിംഗ് വിച്ച് പീരീഡ് എന്ന് ചോദിക്കും. സ്റ്റാർട്ട് ചെയ്ത പീരീഡ് അതാരുടെയാണ്? കുത്ബുദ്ദീൻ ഐബക്കിന്റെയാണ്. എന്നാൽ അത് കംപ്ലീറ്റ് ചെയ്യുന്നത് ഇൽത്തുമിഷിന്റെ കാലത്താണ്, അടുത്ത ഭരണാധികാരിയുടെ കാലത്താണ്. ഏത് കംപ്ലീറ്റ് ചെയ്യുന്നത്? കുത്തബ് മിനാറിന്റെ പണി കംപ്ലീറ്റ് ചെയ്യുന്നത്. സോ കൺസ്ട്രക്ഷൻ ഓഫ് കുത്തബ് മിനാർ സ്റ്റാർട്ട് ചെയ്തത് കുത്ബുദ്ദീൻ ഐബക്കിന്റെ കാലത്താണെന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കുക. അതായത് ഇൻക ജോൺപ്ര, അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ ഇസ്ലാം രീതിയിലുള്ള പള്ളിയായ കുവത്തുൽ ഇസ്ലാം പള്ളി, ഇതൊക്കെ നിർമ്മിക്കുന്നത് ആരുടെ കാലത്താണ്? നമ്മുടെ കുത്ബുദ്ദീൻ ഐബക്കിന്റെ കാലത്താണ്. ഇദ്ദേഹം 1210, ഇദ്ദേഹം ഭയങ്കരമായിട്ട് നമ്മുടെ പോളോ ഇല്ലേ, കുതിരയുടെ മുകളിൽ ഇരുന്ന് കളിക്കുന്ന പോളോ കളിക്കിടയിൽ ആക്സിഡന്റലി മരിക്കുന്ന സുൽത്താനേറ്റിലെ രാജാവാണ്, സ്ലേവ് ഡൈനാസ്റ്റിയിലെ രാജാവാണ് ആരെന്ന് പറയുന്നത്? കുത്ബുദ്ദീൻ ഐബക്ക് എന്ന് പറയുന്നത്. സോ പോളോ കളിക്കിടയിൽ ആക്സിഡന്റ് പറ്റിയാണ് മരിക്കുന്നത്. ഓക്കെ, ഹി ഡൈഡ് ഇൻ ലാഹോർ ഇൻ 1210. ലാഹോറിൽ വെച്ചാണ് മരണപ്പെട്ടത്. ടോംബ് എവിടെയാണെന്ന് ചോദിക്കും, അതും ലാഹോറിലാണ് കേട്ടോ. കുത്ബുദ്ദീൻ ഐബക്കിന്റെ ടോംബ് എവിടെയാണെന്ന് ചോദിച്ചാൽ അതെവിടെയാണ്? ലാഹോറിലാണ്. പോളോ കളിക്കിടയിൽ ആക്സിഡന്റലി മരിക്കുന്ന ഭരണാധികാരിയാണ് ആരെന്ന് പറയുന്നത്? കുത്ബുദ്ദീൻ ഐബക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ ഭരണകാലത്തെ പറ്റി എഴുതിയേക്കുന്ന ഒരു ബുക്കുണ്ട്, ഐബക്കിന്റെ ഭരണം പ്രതിപാദിക്കുന്ന ഒരു ബുക്കുണ്ട്. ആ ബുക്കിന്റെ പേര് താജുൽ മാസിർ എന്നാണ്. താജുൽ മാസിർ എന്നാണ് ബുക്കിന്റെ പേര്, താജുൽ മാസിർ. ഓക്കെ, താജുൽ മാസിർ എഴുതിയത് ഹസൻ നിസാമി എന്ന് പറയുന്ന ആളാണ്, ഹസൻ നിസാമി. അപ്പൊ കുത്ബുദ്ദീൻ ഐബക്കിന്റെ ഭരണകാലത്തെ പറ്റി എഴുതിയിരിക്കുന്ന ബുക്കാണ് താജുൽ മാസിർ. നോട്ട് ചെയ്ത് വെച്ചേ, താജുൽ മാസിർ. താജുൽ മാസിർ എഴുതിയത് ഹസൻ നിസാമിയാണ്, ഹസൻ നിസാമി. ഇദ്ദേഹം കുത്ബുദ്ദീൻ ഐബക്കിന്റെ സദസ്സിലെ ഹിസ്റ്റോറിയൻ ആയിരുന്നു, അല്ലെങ്കിൽ ചരിത്രകാരനായിരുന്നു. താജുൽ മാസിർ കോർട്ട് ഹിസ്റ്റോറിയൻ ഓഫ് ആരെന്ന് പറയുന്നത്? ഐബക്ക് ആണ്. കോർട്ട് ഹിസ്റ്റോറിയൻ ഓഫ് ഐബക്ക്, കോർട്ട് ഹിസ്റ്റോറിയൻ ഓഫ് കുത്ബുദ്ദീൻ ഐബക്ക് ആണ് ഹസൻ നിസാമി. ആളുടെ പേരെന്താ? ഹസൻ നിസാമി. അദ്ദേഹം എഴുതിയ ബുക്കിന്റെ പേരെന്താ? താജുൽ മാസിർ. ഹസൻ നിസാമി, താജുൽ മാസിർ. ഹസൻ നിസാമി വാസ് ദ കോർട്ട് ഹിസ്റ്റോറിയൻ ഓഫ് ആരെന്ന് പറയുന്നത്? കുത്ബുദ്ദീൻ ഐബക്ക്. കുത്ബുദ്ദീൻ ഐബക്കിന്റെ ഭരണത്തെ പറ്റി എഴുതിയ ബുക്കാണ് താജുൽ മാസിർ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തെ സക്സീഡ് ചെയ്യുന്ന, ഇദ്ദേഹത്തിന് ശേഷം അധികാരത്തിലേക്ക് എത്തുന്ന അദ്ദേഹത്തിന്റെ പുത്രനായിട്ടുള്ള ആരാം ഷായാണ്. ഓക്കെ, കുത്ബുദ്ദീൻ ഐബക്കിന് ശേഷം അധികാരത്തിലെത്തുന്നത് അദ്ദേഹത്തിന്റെ പുത്രനായിട്ടുള്ള ആരാം ഷായാണ്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ കുത്ബുദ്ദീൻ ഐബക്കിനെ പറ്റി പഠിച്ചത്? അടിമ വംശ സ്ഥാപകൻ, 1206 അടിമ വംശം സ്ഥാപിക്കുന്നു. ലാഖ്ബേഷ് എന്നറിയപ്പെടുന്ന ഭരണാധികാരി, കുവത്തുൽ ഇസ്ലാം പള്ളിയും അദായിദിൻ ക ജോൺപ്രയും നിർമ്മിച്ച വ്യക്തി, അദ്ദേഹം കുത്തബ് മിനാറിന്റെ പണി സ്റ്റാർട്ട് ചെയ്ത വ്യക്തി, പോളോ കളിക്കിടയിൽ ആക്സിഡന്റിൽ മരണപ്പെടുന്ന രാജാവ് അല്ലെങ്കിൽ സുൽത്താൻ, പോളോ കളിക്കിടയിൽ ആക്സിഡന്റിൽ മരണപ്പെടുന്ന സുൽത്താൻ. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തെ പറ്റി എഴുതിയ ബുക്കാണ് താജുൽ മാസിർ. താജുൽ മാസിർ എഴുതിയത് ഹസൻ നിസാമി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കോർട്ട് പോയിന്റ് ആണ്. ആരാണ് താജുൽ മാസിർ എഴുതിയത്? ഹസൻ നിസാമി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കോർട്ട് പോയിന്റ് ആണ്. ഓക്കെ, അപ്പോ താജുൽ മാസിർ അതുപോലെ ഹസൻ നിസാമി ഒക്കെ ഇദ്ദേഹവുമായിട്ട് റിലേറ്റ് ചെയ്യാൻ ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, 1210 ഇദ്ദേഹം മരണപ്പെടുന്നു. അതിനുശേഷം അധികാരത്തിലേക്ക് എത്തുന്നത് അദ്ദേഹത്തിന്റെ പുത്രനായിട്ടുള്ള ആരാം ഷായാണ്. അദ്ദേഹത്തിന്റെ പുത്രനായിട്ടുള്ള ആരാം ഷായാണ്. ഇദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ ലാഹോർ ആയിരുന്നു. ആരുടെ? കുത്ബുദ്ദീൻ ഐബക്കിന്റെ ക്യാപിറ്റൽ ലാഹോർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ടോംബും ലാഹോറിൽ തന്നെയാണ് ഉള്ളത്. അദ്ദേഹത്തിന്റെ ടോംബും എവിടെയാണ്? ലാഹോറിൽ തന്നെയാണ് ഉള്ളത്. ഇത്രയും ഓക്കെ ആണോ? ഓക്കെ, കുത്തബ് മിനാറിന്റെ പണി സ്റ്റാർട്ട് ചെയ്യുന്ന ഇദ്ദേഹമാണ് ഒരു സൂഫി സന്യാസിയായ ഖ്വാജ ബക്തിയാർ കാക്കി. ആരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് അറിയാമോ സ്റ്റാർട്ട് ചെയ്യുന്നത്? ഖ്വാജ ബക്തിയാർ കാക്കി. ബക്തിയാർ നോട്ട് ചെയ്തോ? ബക്തിയാർ കാക്കി സൂഫി സന്യാസിയായ ഖ്വാജ ബക്തിയാർ കാക്കിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് കുത്തബ് മിനാറിന്റെ പണി ആരംഭിക്കുന്നത്. കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ കുത്തബ് മിനാർ നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഖ്വാജ ബക്തിയാർ കാക്കി എന്ന് പറയുന്ന സൂഫി സന്യാസിയുടെ ഓർമ്മയ്ക്കായിട്ടാണ് കുത്തബ് മിനാർ പണിഞ്ഞിരിക്കുന്നത് എന്ന് ഓർത്തു വെച്ചേ. ഖ്വാജ ബക്തിയാർ കാക്കി സൂഫി സന്യാസിയാണ്. ഓക്കെ, അപ്പൊ ആരാം ഷായാണ് അദ്ദേഹത്തിന്റെ മകൻ. ആരാം ഷായാണ് പിന്നീട് അധികാരത്തിലേക്ക് എത്തുന്നത്. പക്ഷെ അദ്ദേഹം വീക്ക് ആയിരുന്നു. അത് ആരാം ഷാ വാസ് വീക്ക്. ഓക്കെ, അപ്പൊ ഓൾറെഡി പറഞ്ഞാണ് താജുൽ മാസിർ, ഹസൻ നിസാമി, ടോംബ് ലാഹോറിലാണ്, ബിൽഡ് കുവത്തുൽ ഇസ്ലാം മോസ്ക്. ഇത് പറഞ്ഞ കാര്യമാണ് അല്ലെ? ഓക്കെ,
അപ്പോ ആറാം ഷായാണ് പിന്നീട് അധികാരത്തിലേക്ക് വരുന്നത്. നമ്മൾ കഥ എവിടെ നിന്ന് നിർത്തി. ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് എന്താണ്? നമ്മുടെ ദിശയുടെ ക്ലാസ്സിനെ പറ്റിയാണ്. NTPC ഗ്രൂപ്പ് ഡിന്റെ ഒക്കെ സ്പെഷ്യൽ ബാച്ചസ് ഒക്കെ അവൈലബിൾ ആണ്. ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. ആപ്പില് എല്ലാ ക്ലാസ്സുകളും വിത്ത് നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. എല്ലാത്തിന്റെയും ലൈവ് സെക്ഷൻസ്, ലൈവിന്റെ റെക്കോർഡഡ് സെക്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. ഓൺലൈൻ ആയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ദിശ ഈ ലേണിംഗ് ആപ്പ് വഴിയാണ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓഫ്ലൈൻ ക്ലാസ്സും ഉണ്ട്, ഓൺലൈൻ ക്ലാസ്സും ഉണ്ട്. 5ഓളം ഓഫ്ലൈൻ സെന്റേഴ്സ് ദിശയ്ക്കുണ്ട്. അപ്പോൾ ഇതിന്റെ ഒക്കെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾ ഈ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും. കോൺടാക്ട് ചെയ്ത് ക്ലാസ് ആവശ്യമുള്ള ഒരു ക്ലാസ് എടുത്ത് പഠിക്കുക. യൂട്യൂബിൽ കിട്ടുന്ന ക്ലാസ്സുകളുടെ ഒക്കെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് വേർഷൻ നിങ്ങൾക്ക് ആപ്പിൽ ലഭ്യമാവും വിത്ത് നോട്ട്സ് PDF കേട്ടോ. അപ്പൊ ക്ലാസ് എടുക്കാൻ താല്പര്യമുള്ളവർ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ക്ലാസ് എടുക്കുക, പഠിക്കുക. ഇപ്പൊ ഗ്രൂപ്പ് ഡി ഒക്കെ എക്സാം ഉടനെ തന്നെ വരും. NTPC എക്സാം ഉടനെ വരും. സ്പെഷ്യൽ ബാച്ച് അവൈലബിൾ ആണ്. ഓൾറെഡി ബാച്ചുകൾ റൺ ചെയ്യുന്നുണ്ട്. ക്ലാസ്സുകളൊക്കെ ഏകദേശം എന്താണ് കംപ്ലീറ്റ് ആയ ബാച്ചുകളൊക്കെ ഉണ്ട് NTPC ഒക്കെ. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഷംസുദ്ദീൻ ഇൽത്തുമിഷിനെ പറ്റിയാണ്. അപ്പൊ ആറാം ഷാ ഇവിടെ പോയി. ആറാം ഷാനെ വധിച്ചിട്ട് അധികാരത്തിൽ വരുന്ന അടിമ വംശ ഭരണാധികാരിയാണ് ഇൽത്തുമിഷ് എന്ന് പറയുന്നത് കേട്ടോ. ഇൽത്തുമിഷ് ഇദ്ദേഹം മരുമകനാണ്. ആരുടെ? നമ്മുടെ ഖുത്ബുദ്ദീൻ ഐബക്കിന്റെ മരുമകനാണെന്നാ പറയുന്നത്. ഓക്കെ, അപ്പൊ ആറാം ഷാനെ വധിച്ചിട്ടാണ് ഷംസുദ്ദീൻ ഇൽത്തുമിഷ് വരുന്നത്. ഇൽത്തുമിഷ്. ഓക്കെ, അപ്പോ ഇൽത്തുമിഷ് ഡൽഹി സുൽത്താന്റെ എന്താണ് റിയൽ ഫൗണ്ടർ എന്നറിയപ്പെടുന്നത് ഇൽത്തുമിഷ് ആണ്. റിയൽ ഫൗണ്ടർ അല്ലെങ്കിൽ യഥാർത്ഥ സ്ഥാപകൻ അല്ലെ ഡൽഹി സുൽത്താനേറ്റിന്റെ യഥാർത്ഥ എന്താണ് യഥാർത്ഥ സ്ഥാപകൻ എന്ന് ചോദിച്ചാൽ അത് ഷംസുദ്ദീൻ ഇൽത്തുമിഷ് ആണ്. ഇൽത്തുമിഷ് നമ്മുടെ ഖുത്ബുദ്ദീൻ ഐബക്കിന്റെ മകനായ ആറാം ഷാനെ വധിച്ചിട്ട് ഭരണത്തിലേക്ക് എത്തുന്ന റൂളറാണ് ഷംസുദ്ദീൻ ഇൽത്തുമിഷ് എന്ന് പറയുന്നത്. ഇദ്ദേഹം ഭയങ്കര വയസ്സായിട്ടുള്ള ഒരു റൂളർ ആയിരുന്നു. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് 40 പേരടങ്ങുന്ന ഒരു സംഘത്തെ ചലീസ എന്ന പേരിൽ രൂപീകരിച്ചു. അപ്പൊ ആരാണ് ചലീസ അല്ലെങ്കിൽ ചിഹൽഗാനീസ് എന്ന് വിളിക്കും കേട്ടോ. ചിഹൽഗാനീസ് എന്ന് പറയുന്ന അല്ലെ ചലീസ എന്ന് പറയുന്ന 40 പേരടങ്ങുന്ന മിനിസ്റ്റേഴ്സ് എന്നോ അദ്ദേഹത്തിന് വേണമെങ്കിൽ നമുക്ക് എന്താന്ന് പറയാം അദ്ദേഹത്തിന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ആളുകൾ നമുക്ക് പറയാം. ഓക്കെ, 40 പേരടങ്ങുന്ന അദ്ദേഹത്തിന്റെ ഭരണത്തിൽ സഹായിക്കുന്നതിന് വേണ്ടി 40 മിനിസ്റ്റർമാർ അടങ്ങുന്ന ഒരു സംഘത്തെ രൂപീകരിച്ചത് അല്ലെങ്കിൽ ചലീസ ഫോം ചെയ്തതൊക്കെ ആരാന്ന് ചോദിക്കും? ഷംസുദ്ദീൻ ഇൽത്തുമിഷ് ആണെന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കാം കേട്ടോ. അപ്പോ സ്ലേവ് ഓഫ് സ്ലേവ് എന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിക്കും? അടിമകളുടെ അടിമ. സ്ലേവ് ഓഫ് സ്ലേവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഷംസുദ്ദീൻ ഇൽത്തുമിഷ് ആണ്. അദ്ദേഹം ആറാം ഷാനെ വധിച്ചുകൊണ്ടാണ് അധികാരത്തിലേക്ക് എത്തുന്നത്. ഖുത്ബുദ്ദീൻ ഐബക്കിന്റെ മകനായ ആറാം ഷാനെ വധിച്ചുകൊണ്ടാണ് ഇൽത്തുമിഷ് അധികാരത്തിലേക്ക് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ കുത്തബ് മിനാറിന്റെ പണി സ്റ്റാർട്ട് ചെയ്തത് ആരാണ്? ഖുത്ബുദ്ദീൻ ഐബക്കാണ്. അങ്ങനെ കുത്തബ് മിനാറിന്റെ പണി കംപ്ലീറ്റ് ചെയ്യുന്നത് ഷംസുദ്ദീൻ ഇൽത്തുമിഷിന്റെ കാലത്താണ് കേട്ടോ. ഷംസുദ്ദീൻ ഇൽത്തുമിഷിന്റെ കാലത്താണ് കുത്തബ് മിനാറിന്റെ പണി എന്ത് ചെയ്യുന്നത്? കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ ആ 2 ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ട്. കുത്തബ് മിനാറിന്റെ പണി സ്റ്റാർട്ട് ചെയ്യുന്നതും കംപ്ലീറ്റ് ചെയ്യുന്നതും ആരാണെന്ന്. 1210 തൊട്ട് 1236 വരെയാണ് അദ്ദേഹം ഭരിക്കുന്നത് കേട്ടോ. 1210 തൊട്ട് 1236 വരെയാണ് അദ്ദേഹം ഭരിക്കുന്നത്. ഓക്കെ, അതുപോലെ അദ്ദേഹമാണ് നമ്മുടെ ഇന്ത്യയിൽ 2 കോയിൻസ്, അതായത് സിൽവർ കോയിൻസും സിൽവർ തങ്ക. ഓക്കെ, സിൽവർ കോയിൻസിന്റെ പേര് തങ്ക എന്നാണ്. കോപ്പർ കോയിൻസിന്റെ പേര് ജിറ്റാൽ. നിങ്ങൾ ചോദിക്കും സിൽവർ തങ്കയും കോപ്പർ ജിറ്റാലും ഇഷ്യൂ ചെയ്ത ഭരണാധികാരിയാണ്. ഏതാണ്? സിൽവർ തങ്ക. സിൽവർ കോയിൻസിന്റെ പേര് തങ്ക എന്നാണ്. തങ്ക. കോപ്പർ കോയിൻസിന്റെ പേര് എന്താണ്? കോപ്പർ കോയിൻസ് ജിറ്റാൽ. ഓക്കെ, ജിറ്റാൽ എന്ന് പറയുന്ന കോയിൻ കൊണ്ടുവന്ന ആരാണ് ചോദിക്കും കേട്ടോ. ജിറ്റാൽ എന്ന് പറഞ്ഞ കോയിൻ കൊണ്ടുവരുന്നത് കോപ്പർ കോയിൻസ് ആണ് കൊണ്ടുവരുന്നത് ഷംസുദ്ദീൻ ഇൽത്തുമിഷ് ആണ് കേട്ടോ. അത് ഓർത്തു വെച്ചേക്കാം. അപ്പോ എന്താണ് ഈ പറയുന്ന സ്ലേവ് ഓഫ് സ്ലേവ് അല്ലെങ്കിൽ അടിമയുടെ അടിമ എന്നറിയപ്പെടുന്നത്, അതുപോലെ ലെഫ്റ്റനന്റ് ഓഫ് ഖലീഫ എന്നറിയപ്പെടുന്നത് ഇൽത്തുമിഷ് ആണ് കേട്ടോ. ലെഫ്റ്റനന്റ് ഓഫ് ഖലീഫ, അത് ഓർത്ത് വെച്ചേക്കാമോ? ലെഫ്റ്റനന്റ് ഓഫ് ഖലീഫ എന്നറിയപ്പെടുന്നത് ആരാണ്? നമ്മുടെ ഇൽത്തുമിഷ് ആണ്. അതുപോലെ ഇൽത്തുമിഷ് ആണ് ചലീസേനെ ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ ചിഹൽഗാനീസിനെ ഫോം ചെയ്യുന്നത്. അടിമയുടെ അടിമ എന്നറിയപ്പെടുന്നത് ഷംസുദ്ദീൻ ഇൽത്തുമിഷ് ആണ്. ഇതിന്റെ മുഴുവൻ പേരാണ് ഷംസുദ്ദീൻ ഇൽത്തുമിഷ് എന്ന് പറയുന്നത്. സിൽവർ തങ്കയും കോപ്പർ ജിറ്റാലും ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇൽത്തുമിഷ് ആണ്.
കുത്തബ് മിനാർ കംപ്ലീറ്റ് ചെയ്ത് കുത്തബ് മിനാറിന്റെ പണി പൂർത്തിയാക്കുന്നത് ആരാണ്? ഇൽത്തുമിഷ് ആണ്. ഓക്കെ, അപ്പോ നമ്മുടെ ഇൽത്തുമിഷിന്റെ കാലത്താണ് വളരെ ഇന്ത്യ പോലത്തെ മറ്റു രാജ്യങ്ങളൊക്കെ ആക്രമിച്ച് കീഴടക്കിക്കൊണ്ടിരുന്ന ഒരു മംഗോളിയൻ ഭരണാധികാരിയുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ചെങ്കിസ് ഖാൻ എന്നാണ് കേട്ടോ. ചെങ്കിസ് ഖാൻ. ഓക്കെ, ചെങ്കിസ് ഖാൻ. നിങ്ങളടുത്ത് ചോദിക്കും, മംഗോളിയൻ ഭരണാധികാരിയായ ചെങ്കിസ് ഖാൻ ഇന്ത്യ ആക്രമിക്കുമ്പോൾ 1221 ആക്രമിക്കുന്നത്. ഇന്ത്യയിലെ സുൽത്താനേറ്റിലെ രാജാവ് ആരാന്ന് ചോദിക്കും. ആരാണ്? ചെങ്കിസ് ഖാൻ ഇന്ത്യ ആക്രമിക്കുമ്പോൾ ഇന്ത്യയിലെ ഭരണാധികാരി ഇൽത്തുമിഷ് ആണ് കേട്ടോ. ചെങ്കിസ് ഖാൻ ഇന്ത്യയില് ആക്രമിക്കുമ്പോൾ ഇന്ത്യയിലെ ഭരണാധികാരി ഇൽത്തുമിഷ് ആയിരുന്നു എന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കാം. ഓക്കെ, അത്രയും നമ്മുടെ ഇൽത്തുമിഷിനെ പറ്റി ഓർത്തു വെച്ചേക്കാം. ലഫ്റ്റനന്റ് ഓഫ് ഖലീഫ, സ്ലേവ് ഓഫ് സ്ലേവ്. അതായത് നോർമലി പറയുന്ന ഇവര് സ്ലേവ് ആണെന്നുള്ള രീതിയിൽ അവിടുത്തെ പ്രമാണിമാർക്കൊന്നും ഇവരെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഖലീഫയുടെ അടുത്ത് പോയിട്ട് എന്താണ് ലഫ്റ്റനന്റ് ഓഫ് ഖലീഫ എന്ന് പറഞ്ഞിട്ട് ഒരു പദവിയൊക്കെ നേടിയിട്ടാണ് ഇൽത്തുമിഷ് വരുന്നത്. ഓക്കെ, നോബൽ സ്റ്റാറ്റസ് കിട്ടുന്ന ആദ്യത്തെ അടിമ എന്ന് വേണമെങ്കിൽ പറയാം. നോബൽ സ്റ്റാറ്റസ് കിട്ടുന്ന അടിമയാണ് ആരെന്ന് പറയുന്നത്? ഷംസുദ്ദീൻ ഇൽത്തുമിഷ് എന്ന് പറയുന്നത്. എന്തൊക്കെ പോയിന്റാ പഠിച്ചത്? 1210 തൊട്ട് 1236 വരെ ഇന്ത്യ ഭരിച്ചു. അടിമകളുടെ അടിമ എന്നറിയപ്പെടുന്നു, ലഫ്റ്റനന്റ് ഓഫ് ഖലീഫ എന്നറിയപ്പെടുന്നു. അതുപോലെ എന്താണ് 40 പേരടങ്ങുന്ന ഒരു സംഘത്തെ, ചലീസ എന്ന പേരുള്ള, ചിഹൽഗാനീസ് എന്ന പേരുള്ള ഒരു സംഘത്തെ ഭരണത്തിൽ അദ്ദേഹത്തെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് നിയമിക്കുന്നു. സിൽവർ കോയിൻസ് ആയിട്ടുള്ള സിൽവർ തങ്ക, കോപ്പർ ജിറ്റാൽ, ഈ രണ്ട് കോയിൻസും സിൽവർ തങ്കയും കോപ്പർ ജിറ്റാലും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതുപോലെ അദ്ദേഹം കുത്തമിനാറിന്റെ പണി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം ആണ് ഭരണാധികാരി എന്ന് പറയുന്നത്. അതുപോലെ എന്താണ് ഇദ്ദേഹം ജാഗീറുകളായിട്ട്, അതായത് നോബിൾസ്, അതായത് ഈ നോബിൾസിനൊന്നും അത്ര ഇവര് നമ്മുടെ അടിമകളായതുകൊണ്ട് അത്ര അങ്ങോട്ട് ഇതില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നോബിൾ സ്റ്റാറ്റസ് വാങ്ങിയിട്ടുണ്ട് ഖലീഫേന്റെ അടുത്ത് പോയിട്ട്. ഓക്കെ, അതുപോലെ നോബിൾസിനെ കൂടെ നിർത്താനായിട്ട് ജാഗീറുകൾ എന്ന പേരില് ലാൻഡ് ആർക്ക് കൊടുക്കുന്നു? നോബിൾസിന് കൊടുക്കുന്നു. അവിടുത്തെ പ്രഭുക്കന്മാർക്കൊക്കെ ജാഗീറുകൾ എന്ന പേരില് ലാൻഡ് കൊടുക്കുന്നുണ്ട്. ഇനി ഈ മൊത്തത്തിലുള്ള എംപയറിനെ ചെറിയ ചെറിയ ഇക്തകളായിട്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് എന്താണ് ഒഫീഷ്യൽസിന് ഈ ഇക്തകളാണ് കൊടുക്കുന്നത്. എന്നിട്ട് അവിടുന്ന് എന്ത് ചെയ്യണം? അവര് നികുതി പിരിച്ചെടുത്ത് അവർക്ക് സാലറി ആയിട്ട് എടുക്കാം. അതാണ് ഇക്തകളായിട്ട് ഡിവൈഡ് ചെയ്താണ്. ഇക്തകളായിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന എംപയറിനെ ഇക്തകളായിട്ട് ആദ്യമായിട്ട് ഇക്താസ് ആയിട്ട് ഡിവൈഡ് ചെയ്തത് ഷംസുദ്ദീൻ ഇൽത്തുമിഷ് ആണ് കേട്ടോ. മിൻഹാജി സിറാജ് എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ സമയത്ത് ഫേമസ് ആയിട്ടുള്ള സ്കോളർ ആയിരുന്നു കേട്ടോ, മിൻഹാജി സിറാജ്. അതുപോലെ മിൻഹാജ് ഇ സിറാജ് അദ്ദേഹത്തിന്റെ സമയത്ത് ഫേമസ് സ്കോളർ ആയിരുന്നു. ചെങ്കിസ് ഖാന്റെ ഇന്ത്യയിലേക്കുള്ള ആക്രമണ സമയത്ത് 1221 ചെങ്കിസ് ഖാൻ ഇന്ത്യ ആക്രമിക്കുന്ന സമയത്ത് ഇന്ത്യയിലെ സുൽത്താൻ ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ഷംസുദ്ദീൻ ഇൽത്തുമിഷ് ആണ് കേട്ടോ. അപ്പം അതൊന്ന് ഓർത്തു വെച്ചേക്കാം, അത്രയും ഓർത്തു വെച്ചേക്കാം. 1236 ഷംസുദ്ദീൻ ഇൽത്തുമിഷ് മരണപ്പെടുകയാണ്. ഓക്കെ, ഇൽത്തുമിഷിന് ശേഷം ഭരണത്തിലേക്ക് എത്തുന്ന അദ്ദേഹത്തിന്റെ മകളായിട്ടുള്ള റസിയ സുൽത്താനയാണ്. ഇന്ത്യയിലെ സുൽത്താനേറ്റ് വംശത്തിലെ ഏക വനിതാ ഭരണാധികാരിയാണ് റസിയ സുൽത്താന എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇൽത്തുമിഷിന്റെ കാര്യം ഇത്രയും ഓർത്തു വെച്ചേക്കാമോ? ഷംസുദ്ദീൻ ഇൽത്തുമിഷ് 1210 തൊട്ട് 1236 വരെ ചിഹൽഗാനീസിനെ ഫോം ചെയ്തു. ലഫ്റ്റനന്റ് ഓഫ് ഖലീഫ, സ്ലേവ് ഓഫ് സ്ലേവ് എന്നൊക്കെ അറിയപ്പെടുന്നു. അതുപോലെ എന്താണ് കുത്തബ് മിനാറിന്റെ പണി കംപ്ലീറ്റ് ചെയ്യുന്നു. സിൽവർ തങ്കയും കോപ്പർ ജിറ്റാലും ഒക്കെ എന്താണ് അദ്ദേഹമാണ് കൊണ്ടുവരുന്നത്. പിന്നീട് എന്താ പിന്നെ പഠിച്ചത്? മിനി സിറാജിന്റെ കാര്യം. മിൻഹാജി സിറാജ് അദ്ദേഹത്തിന്റെ സമയത്തെ ഫേമസ് സ്കോളർ ആണെന്ന് പഠിച്ചു. ഇത്രയൊക്കെ പഠിച്ചാൽ മതി. ഓക്കെ, കാലം അത്രയൊക്കെ പഠിച്ചു. ഇദ്ദേഹത്തിന് ശേഷം അധികാരത്തിലേക്ക് എത്തുന്നത്, അതുപോലെ ഇക്തകളായിട്ട് ആദ്യം തിരിച്ചത്, നമ്മുടെ ഭൂമി പല ഇക്തകളായിട്ട് തിരിച്ച് അത് ഒഫീഷ്യൽസിന് കൊടുത്തത് ഷംസുദ്ദീൻ ഇൽത്തുമിഷ് ആണ്. ഓക്കെ, അത്രയും ഓർത്തു വെച്ചേക്കാം. അടുത്തത് അദ്ദേഹത്തിന് ശേഷം അധികാരത്തിൽ വരുന്നത് റസിയ സുൽത്താനയാണ്. റസിയ സുൽത്താന 1236 തൊട്ട് 1240 വരെയാണ് റസിയ സുൽത്താന ഭരിക്കുന്നത്. ഡൽഹി സുൽത്താനത്തിലെ ഒരേ ഒരു വനിതാ ഭരണാധികാരിയാണ് റസിയ സുൽത്താന. ഡൽഹി സുൽത്താനത്തിലെ ഒരേ ഒരു വനിതാ ഭരണാധികാരിയാണ് റസിയ സുൽത്താന എന്ന് പറയുന്നത്. ഇൽത്തുമിഷിന്റെ മകളായിരുന്നു. അപ്പോ ഒൺലി വുമൺ ഓഫ് ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുന്നത് ഡൽഹി സുൽത്താനേറ്റിലെ തന്നെ ഒരേ ഒരു വനിതാ ഭരണാധികാരി എന്ന് പറയുന്നത് റസിയ സുൽത്താനയാണ്. ഓക്കെ, അപ്പൊ അദ്ദേഹം റസിയ സുൽത്താന എന്ന് പറയുന്നത് മെയിൽ അറ്റയർ ഒക്കെ ധരിച്ച് ഭയങ്കരമായിട്ട് കേപ്പബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു റസിയ സുൽത്താന. അതുകൊണ്ട് തന്നെ പിതാവിന്
എന്താണ് ആൺമക്കൾ ഉണ്ടെങ്കിൽ കൂടെ റസിയ സുൽത്താനയ്ക്ക് ഭരണം കൊടുക്കണമെന്നായിരുന്നു താല്പര്യം. ഓക്കെ. അപ്പോ ഡൽഹി ഭരിച്ച ഏക വനിതാ ഭരണാധികാരി, നമ്മള് മുഗൾസിന്റെ എടുത്താലും ഡൽഹി ഭരിച്ച ഏക വനിതാ ഭരണാധികാരി എന്ന് പറയുന്നത് റസിയ സുൽത്താന എന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കുക കേട്ടോ. അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മുസ്ലിം ഭരണാധികാരി എന്നൊരു ചോദ്യം ചോദിച്ചാൽ അതും റസിയ സുൽത്താനയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മുസ്ലിം ഭരണാധികാരി, ഡൽഹി ഭരിച്ച ഏക വനിതാ ഭരണാധികാരി എന്നൊക്കെ ചോദിച്ചാൽ റസിയ സുൽത്താനയാണെന്ന് ഓർത്തു വെച്ചേക്കാം. ഓക്കെ. അങ്ങനെ റസിയ സുൽത്താന ലോ ആൻഡ് ഓർഡർ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ വളരെ കേപ്പബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ഓക്കെ. അപ്പോ ഇത് അവിടുത്തെ നോബൽസിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. പ്രത്യേകിച്ച് ഈ ചിഹൽഗാനീസ് അല്ലെങ്കിൽ ചലീസ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പിനെ ഇവരുടെ പിതാവായ ഇൽത്തുമിഷ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഇൽത്തുമിഷ് ഫോം ചെയ്ത ചലീസ ഗ്രൂപ്പിലെ 40 പേർക്കും റസിയ സുൽത്താനയെ അംഗീകരിക്കാനായിട്ട് പറ്റുണ്ടായിരുന്നില്ല. കാര്യം ഇവരൊരു ലേഡി ആയതുകൊണ്ട് തന്നെ. ഓക്കെ. അപ്പോ ഈ റസിയ സുൽത്താന വിവാഹം കഴിക്കുന്നത് ഒരു നോബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫട്ടിൻഡ എന്ന് പറഞ്ഞ സ്ഥലത്തെ ഗവർണറെയാണ് ഇവര് വിവാഹം കഴിക്കുന്നത്. ഫട്ടിൻഡ എന്ന് പറയുന്ന സ്ഥലത്തെ ഗവർണർ ആയിട്ടുള്ള മാലിക് അൽതുനിയ. അപ്പം റസിയ സുൽത്താനെ വിവാഹം കഴിക്കുന്ന ആരെയാ? മാലിക് അൽതുനിയ എഴുതി വെച്ചോ. മാലിക് അൽതുനിയനെയാണ് റസിയ സുൽത്താന വിവാഹം കഴിക്കുന്നത്. ഓക്കെ. ഇവരുടെ പ്രസിദ്ധനായിട്ടുള്ള ഒരു അടിമയാണ് യാക്കൂത്ത്. ആരാണ്? യാക്കൂത്ത്. അപ്പൊ ഈ ചിഹൽഗാനീസ് എന്ത് ചെയ്യുന്ന വെച്ചാൽ യാക്കൂത്തുമായിട്ട് ഇവർക്ക് ഇല്ലീഗൽ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് ഇവരുടെ പേര് ദോഷമാക്കും. ആ പേരിൽ അല്ലെങ്കിൽ ഇവര് ദുർഭരണമാണ് നടത്തുന്നതെന്ന് പറഞ്ഞിട്ട് ഇവരെ തടവിലാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം മാലിക് അൽതുനിയനെ വിവാഹം കഴിച്ച് കുറച്ചാളൂടെ അവർ ഭരിക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നെങ്കിലും പിന്നീട് ഇവരെ പിടികൂടി ഈ പറയുന്ന ഇവരെ എന്ത് ചെയ്യാണ്? വധിക്കുകയാണ് ചെയ്യുന്നത്. മാലിക് അൽതുനിയനെ, റസിയ സുൽത്താനേനെയും എന്താണ് നമ്മുടെ ചിഹൽഗാനീസ് ചതിച്ച് വധിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ റസിയ സുൽത്താൻ 1240 ആയപ്പോഴേക്കും വധിക്കപ്പെടുന്നു. അതിനുശേഷം അധികാരത്തിൽ വരുന്നത് ഗിയാസുദ്ദീൻ ബാൽബൻ എന്ന് പറയുന്ന ശക്തനായിട്ടുള്ള ഭരണാധികാരിയാണ്. ഗിയാസുദ്ദീൻ ബാൽബൻ. റസിയ സുൽത്താനെ ഇത്രയേ ഉള്ളൂ. 1236 തൊട്ട് 1240 വരെ ഇന്ത്യ ഭരിക്കുന്ന വനിതാ ഭരണാധികാരിയാണ് റസിയ സുൽത്താന. ഓക്കെ. റസിയ സുൽത്താനയുടെ അടിമയാണ് യാക്കൂത്ത് എന്ന് പറയുന്നത്. യാക്കൂത്ത് അദ്ദേഹം ഇവര് ഇൽത്തുമിഷിന്റെ ഡോക്ടറാണ്. മറ്റ് എന്താണ് ആൺമക്കളൊക്കെ ഉണ്ടായാലും അവരെയൊക്കെ തോൽപ്പിച്ചിട്ട് റസിയ സുൽത്താനയാണ് അധികാരത്തിലേക്ക് വരുന്നത്. ഓക്കെ. ഭയങ്കര ഏബിളും കേപ്പബിളും ആയിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു റസിയ സുൽത്താന. ഈ ഡൽഹി ഭരിച്ച ഏക വനിതാ ഭരണാധികാരി, ഡൽഹി ഭരിച്ച ഏക മുസ്ലിം ഭരണാധികാരി എന്നൊക്കെ ചോദിച്ചാൽ റസിയ സുൽത്താനയാണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇവര് വിവാഹം കഴിക്കുന്നത് ബഠിൻഡ എന്ന് പറയുന്ന പ്രദേശത്തെ ഗവർണർ ആയിട്ടുള്ള മാലിക് അൽതുനിയനെയാണ്. ബഠിൻഡ എന്ന പ്രദേശത്തെ ഗവർണർ ആയിട്ടുള്ള മാലിക് അൽതുനിയനെയാണ് റസിയ സുൽത്താന വിവാഹം കഴിക്കുന്നത്. പക്ഷെ റസിയ സുൽത്താന ഒരു വനിത ആയതുകൊണ്ട് തന്നെ നോബിൾസിനും ചിഹൽഗാനി ഗ്രൂപ്പിനും ഒക്കെ ഇവരെ അനുസരിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരെ പിടികൂടി അവസാനം വധിക്കുകയാണ് ചെയ്തത്. 1236 1240 വരെ 4 വർഷക്കാലമാണ് റസിയ സുൽത്താന ഭരിക്കുന്നത് കേട്ടോ. അപ്പൊ അവരുടെ അടിമയാണ് യാക്കൂത്ത്. യാക്കൂത്ത് എന്ന് പറയുന്ന അടിമയായിട്ട് ഇല്ലീഗൽ റിലേഷൻഷിപ്പ് ഒക്കെ ആരോപിച്ച് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയാണ് ഇവരെ പിടികൂടി ഈ അൽതുനിയനെ, റസിയ സുൽത്താനയെ ചിഹൽഗാനീസ് വധിക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം വരുന്ന ശക്തനായിട്ടുള്ള ഭരണാധികാരിയാണ് ആരെന്ന് പറയുന്നത്? ഗിയാസുദ്ദീൻ ബാൽബൻ എന്ന് പറയുന്നത്. ഗിയാസുദ്ദീൻ ബാൽബനെ പറ്റി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോ റസിയ സുൽത്താന വരെ നമ്മൾ ഇന്ന് എന്തൊക്കെയാ പഠിച്ചതെന്ന് ഓർത്ത് വെച്ചേക്കാമോ? ഏതൊക്കെയായിരുന്നു? നമ്മള് ഖുത്ബുദ്ദീൻ ഐബക്കിനെ പറ്റിയും ഇൽത്തുമിഷിനെ പറ്റിയും അതുപോലെ റസിയ സുൽത്താനയെ പറ്റിയാണ് പഠിച്ചത്. ഓക്കെ. അപ്പൊ ഇവര് 3 പേരെ പറ്റി വൃത്തിയായിട്ട് പഠിക്കുക. അതുപോലെ നമ്മൾ ആദ്യം എന്ത് പഠിച്ചു? ആദ്യം ഈ ഡൈനാസ്റ്റീസ് പഠിച്ചിട്ടായിരുന്നു. സ്ലേവ് ഡൈനാസ്റ്റി, ഖിൽജി ഡൈനാസ്റ്റി, തുഗ്ലക് ഡൈനാസ്റ്റി, സെയ്ദ്, ലോധി. അപ്പൊ ഇവരെ പറ്റിയുള്ള ഇത്രയും ഡീറ്റെയിൽസും വൃത്തിയായിട്ട് പഠിച്ചു വെച്ചേക്കാം. ഡൽഹി സുൽത്താനായിട്ട് നമ്മൾ 3-4 ക്ലാസ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും. അതിൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും കിട്ടും. ഓക്കെ. ഈ പരീക്ഷയ്ക്കോ ഏതെങ്കിലും ഒരു ഷിഫ്റ്റിൽ എന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഡൽഹി സുൽത്താനായിട്ട് അതുപോലെ തന്നെ എന്താണ് മുഗൾസ് ഇത് ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ നമുക്ക്. അപ്പൊ അതുകൊണ്ട് തൽക്കാലം എല്ലാവരും നല്ല വൃത്തിയായിട്ട് ഇതൊക്കെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. മിഡീവിയൽ ഹിസ്റ്ററി കുറച്ച് പേർക്ക് ബുദ്ധിമുട്ടായിരിക്കും. കാര്യം നമ്മൾ അങ്ങനെ ഫെമിലിയറൈസ് അല്ലാത്ത വാക്കുകൾ, ഗ്രന്ഥങ്ങള്, പേരുകൾ അങ്ങനെയൊക്കെ കുറെ കേൾക്കും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക? കണ്ടിന്യൂസ്ലി നോട്ട് എഴുതി വെച്ച് വായിച്ചുകൊണ്ടിരുന്ന ഇതെല്ലാം നമ്മുടെ അടുത്ത ബന്ധുക്കളാണെന്ന് നമുക്ക് തോന്നും കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും കൺസേൺസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. മലയാളത്തിൽ നോട്ട് എഴുതി വെച്ച് തന്നെ പഠിക്കുക കേട്ടോ. മലയാളത്തിൽ ആവശ്യമുള്ളവർ നോട്ട് എഴുതി വെച്ച് പഠിക്കുക. നോട്ട്സ് നിങ്ങൾ എന്തായാലും എഴുതുമല്ലേ? മലയാളം കേൾക്കുവാണ്. അപ്പോൾ മലയാളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ നോട്ട് എഴുതി വെച്ച് പഠിക്കുക. മറ്റെന്തെങ്കിലും കാര്യങ്ങളോ കൺസേൺസോ ഏതെങ്കിലും പോർഷൻ വേണം അങ്ങനെ എന്തെങ്കിലും ഡിമാൻഡ്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിൽ പറഞ്ഞാൽ മതി, നമുക്ക് കൺസിഡർ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. എല്ലാവർക്കും ഈ വർഷം തന്നെ നല്ല ഒരു പോസ്റ്റിലോ അല്ലെങ്കിൽ എന്തായാലും ഗ്രൂപ്പ് ഡി എങ്കിൽ ഗ്രൂപ്പ് ഡി നിങ്ങൾ ആശിക്കുന്ന ഏതെങ്കിലും ഒരു പൊസിഷനിൽ നിങ്ങൾ എത്തിച്ചേരട്ടെ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കഷ്ടപ്പെടുക, അധ്വാനിക്കുക, ഉറക്കം കളഞ്ഞ് പഠിക്കുക. ഓക്കെ. അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ.